ഹായ്, ഞാൻ ബൈജു ഭാസ്കരൻ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രശസ്ത മാനേജ്മെന്റ് വിദഗ്ധനായ ബ്രിയാൻ ട്രേസി എഴുതിയ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങളാണ്. തീർച്ചയായും വായിച്ചപ്പോൾ ഒരുപാട് സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ബ്രിയാൻ ട്രേസിയുടെ ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ബ്രിയാൻ ട്രേസിയുടെ പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് ആദ്യമായി കിട്ടിയപ്പോൾ ആദ്യം നോക്കിയത് ഈ ബ്രിയാൻ ട്രേസി ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും വായിച്ചു നോക്കിയപ്പോൾ അത്ഭുതം തോന്നി. കോളേജ് വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയാകാതെ അദ്ദേഹം ഒരുപാട് ദിവസക്കൂലിക്കൊക്കെ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം ലക്ഷ്യങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി, ഗോൾസുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് അദ്ദേഹം. IBM, സിറോക്സ് എന്നീ കമ്പനികളുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരികയാണ് അദ്ദേഹം എങ്ങനെയാണ് വളരെ ചെറിയ നിലയിൽ നിന്നും, അതായത് കോളേജ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ അദ്ദേഹം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന, അഡ്വൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൂടെ എല്ലാം, ഈറ്റ് ദാറ്റ് ഫ്രോഗ് ആയാലും, നോ എക്സ്ക്യൂസ് ആയാലും, ഗോൾസ് ആയാലും, ഏത് പുസ്തകങ്ങളിലൂടെ ആയാലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിജയിപ്പിച്ചത്. അത് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പുസ്തകത്തിലൂടെ സാധാരണക്കാരോടും പറഞ്ഞു കൊടുക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് 2 തവളയെ നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വൃത്തികെട്ട തവളയെ നിങ്ങൾ ആദ്യം കഴിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ തവള ഉദ്ദേശിക്കുന്നത് ഒരു സാങ്കല്പികം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അതൊരു സിംബോളിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ തവള ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മം, നമ്മളുടെ ജോലി, ഇതൊക്കെയാണ് ബ്രിയാൻ ട്രേസി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 2 ജോലികൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ആദ്യം ചെയ്യണം എന്നാണ് ബ്രിയാൻ ട്രേസി പറയുന്നത്. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, 2 ജോലി നമ്മുടെ മുമ്പ് കിട്ടുവാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ജോലി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചെയ്തു തീർക്കും. പക്ഷെ ബ്രിയാൻ ട്രേസി പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ജോലി നിങ്ങൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം ഒരു 8 മണിക്കോ 10 മണിക്കോ മുമ്പ് നിങ്ങൾക്ക് അന്ന് തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടഫായിട്ടുള്ള ജോലികൾ നമ്മൾ ആദ്യം ചെയ്ത് തീർക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് റിലാക്സ് ആയിട്ട് ജീവിതത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആദ്യം 2 തവളകളെ അല്ലെങ്കിൽ 2 ജോലികൾ നിങ്ങളുടെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിഷമമുള്ളതുമായ ജോലികൾ ചെയ്ത് തീർക്കാൻ ബ്രിയാൻ ട്രേസി നമ്മളോട് പറയുന്നു. തീർച്ചയായും അത് നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ ടഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്കൊരു സ്മൂത്ത്നെസ് നമുക്കൊന്ന് ഫീൽ ചെയ്ത്, നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്. ടു ഡു ലിസ്റ്റ്, അതായത് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ലിസ്റ്റ് ഡേ നമ്മൾ നന്നായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 11 മണിക്ക് ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, 12 മണിക്ക് ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്കൊരു ഡേ പ്ലാൻ, അതായത് ടു ഡു ലിസ്റ്റ് വെച്ചാണ് നമ്മളുടെ ഒരു ജീവിതത്തെ നമ്മളൊരു ദിവസത്തെ മാനേജ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 25% എങ്കിലും കൂടുതലായി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ആ ദിവസത്തെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്കും അറിയാം അല്ലെ, നമുക്ക് ഇന്ന് രാവിലെ ഓഫീസിൽ പോയാൽ ഇത്രയൊക്കെ ജോലികൾ നമുക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഐഡിയ, ഒരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ നീങ്ങുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ജോലികൾ നമ്മൾ വേഗം തീർക്കും. നമ്മൾ സമയത്തെ വേണ്ടാണ്ട് ഉപയോഗിക്കില്ല. ഇതിൽ അദ്ദേഹം ഒരു 4 അതായത് കാറ്റഗറൈസ് ചെയ്യാനും കൂടി പറയുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളെ A കാറ്റഗറൈസിൽ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ചെയ്തേ പറ്റൂ എന്നുള്ള ജോലികളെ നമ്മൾ A കാറ്റഗറിയിൽ ചെയ്യണം. രണ്ടാമത് ഇന്ന് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, A കാറ്റഗറി കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് B കാറ്റഗറി എന്ന് പറയുന്നത്. C എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. ചിലപ്പോൾ അതിന്ന് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അങ്ങനെയുള്ള കാറ്റഗറി, ഇപ്പോൾ ഒരു സുഹൃത്തിനെ കാണാൻ പോകലായിരിക്കാം, ഒരു സുഹൃത്തിൻ്റെ കൂടെ ചായ കുടിക്കാൻ, അല്ലെങ്കിൽ കല്യാണത്തിനോ കുടികളോ അങ്ങനെ എന്തെങ്കിലും പോകല, അത് നമ്മളില്ലെങ്കിലും നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ നമ്മൾ നടത്താറുണ്ടെങ്കിൽ
നടത്തണമെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഡി എന്ന് പറയുന്നത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം. എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില ജോലികൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് ABCD. ഈ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിഗേഷനെ പറ്റിയാണ്. ഇ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ജോലികൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ലിസ്റ്റ് ജോലികൾ നമ്മൾ എന്ത് ചെയ്യണം? ഇ ആയിട്ട്, അതായത് എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് പലപ്പോഴും താല്പര്യം ഈ ജോലികളും സി ജോലികളൊക്കെ ചെയ്യാനായിരിക്കും നമ്മൾക്ക് കൂടുതൽ താല്പര്യം. കാരണം എന്തുകൊണ്ടാണ്? അത് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാറില്ല. എയും ബി കാറ്റഗറിയിലുള്ള ജോലികൾ വളരെ കുറച്ച് ടഫായിരിക്കാം, പക്ഷെ അത് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിരിക്കും. അത് നമ്മളെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോഴായിരിക്കും ഒന്നിക്കൽ നമ്മളുടെ കമ്പനിയുടെ ഗുഡ്വില്ലോ നമ്മളുടെ ഗുഡ്വില്ലിനൊക്കെ ഒരുപാട് ഗുണം കിട്ടുന്ന ജോലികളായിരിക്കും ഈ എ കാറ്റഗറിയിലും ബി കാറ്റഗറിയിലും. പക്ഷെ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നത് ഈ എ കാറ്റഗറിയും ബി കാറ്റഗറിയും ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ഇനി 80-20 റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കറിയാം, അത് വളരെ മനോഹരമായ ഒരു പ്രിൻസിപ്പിളാണ് 80-20 റൂൾസ് എന്നുള്ളത്. അതെല്ലാവരുടെയും അപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ പറയാറുണ്ട് 80% ഡ്രൈവേഴ്സാണ് 20% ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ 80% കുറ്റവാളികളാണ് 20% ക്രൈംസുകൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ 80% നമ്മളുടെ ക്ലയൻസ് ആണ്, അല്ലെങ്കിൽ 20% നമ്മളുടെ ക്ലയൻസ് ആണ് നമ്മളുടെ 80% റവന്യൂസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. അതായത് 20% നമ്മളുടെ ക്ലയൻസ് ആണ് നമ്മളുടെ 80% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 20% നമ്മളുടെ വർക്കുകളാണ് നമ്മളുടെ 80% നമ്മളുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 20% വർക്കുകളെയും ഈ 20% ക്ലയൻറ്റുകളെയാണ്. അതായത് 80% നമ്മളുടെ റവന്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ 80% നമ്മളുടെ റവന്യൂ ആയാലും നമുക്ക് ജോലിയും അതൊക്കെ നമുക്ക് തരുന്ന ആ 20% വർക്കുകളെയും കസ്റ്റമേഴ്സിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നു. നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യാറ്? നമ്മൾ പലപ്പോഴും ചെയ്യാറ് 80% വർക്കുകൾ, അതായത് 20% മാത്രം നമ്മളെ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ 80% വർക്കുകളെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ചില നമ്മുടെ സൊസൈറ്റിയിലെല്ലാം കാണാറുണ്ട്, രാവിലെ പുള്ളി ജോലിക്ക് പോകും, രാവിലെ 7 മണി 8 മണിക്കൊക്കെ ജോലിക്ക് പോകും, രാത്രി 11 മണി 12 മണിക്കൊക്കെ വന്നാലും പിന്നീടും അവർ പറയുന്നതൊക്കെ ദാരിദ്ര്യമാണ് എന്നൊക്കെ. എന്തുകൊണ്ടായിരിക്കാം? അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ 20% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന 80% ക്ലയൻസുകളെ ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ 80% വർക്കുകൾ നമ്മൾ 20% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഈ 80% വർക്കുകൾ എന്തായിരിക്കും? പലപ്പോഴും VC വർക്കുകളിലേക്ക് വലിയ തലവേദനയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണല്ലോ അതിൻ്റെ റവന്യൂ കുറയുന്നത്. അപ്പോൾ നമ്മൾ ഏതിലേക്ക് ഫോക്കസ് ചെയ്യണം? നമ്മൾ 80% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന 20% ക്ലയൻറ്റിലേക്കോ 20% വർക്കുകളിലേക്കോ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ ഫാമിലീൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ഈ പുസ്തകം നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് എങ്ങനെയൊക്കെ ഈ 20% ക്ലയൻസിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ 80% റവന്യൂ തരുന്ന ക്ലയൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് പൈസയും നമ്മളെ കൈമിൽ ഉണ്ടാകും, നമുക്ക് ഒരുപാട് സമയവും കിട്ടും എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൽ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നന്നായി ഒരുങ്ങുക. ഓക്കെ, എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് നമ്മൾ നന്നായി ഒരുങ്ങണം എന്ന് പറയുന്നുണ്ട്. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നാളെ സാമ്പാർ വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെയായി നമ്മളെല്ലായിടത്തും നോക്കുമ്പോഴേക്കും മനസ്സിലാകുന്നുണ്ടാവും വെണ്ടയ്ക്ക ഇല്ലാണ്ട് ഞാൻ സാമ്പാർ വെക്കൂല എന്നൊക്കെ തീരുമാനിച്ചവരായിരിക്കാം. ചിലപ്പോൾ നോക്കുമ്പോൾ ഒന്നും വെണ്ടയ്ക്ക ഉണ്ടാവില്ല. പിന്നെ സാമ്പാറിൽ വെക്കേണ്ട സാമ്പാർ പൊടി തന്നെ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാറ്റി വെക്കും. ഇന്ന് ഏതായാലും സാമ്പാർ വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇല്ല, അപ്പോൾ നമുക്ക് നാളത്തേക്ക് സാമ്പാർ വെക്കാം എന്ന് കരുതി നാളത്തേക്ക് മാറ്റി വെക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം നാളെ സാമ്പാർ വെക്കണം എന്ന് തീരുമാനിച്ച് അത് ഇന്ന് വൈകുന്നേരമാണ് നോക്കുന്നത് എങ്കിൽ എല്ലാം ഉണ്ടോ? നാളെയാണ് സാമ്പാർ വെക്കേണ്ടത്, ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, വെണ്ടയ്ക്ക എടുത്ത് വെക്കുന്നു, മുരിങ്ങക്കായി എന്തൊക്കെയാണോ അതിന് വേണ്ടത് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ഒരിക്കലും സാമ്പാർ വെക്കുന്നത് മാറ്റി വെക്കൂല, അല്ലേ? നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? സാമ്പാർ വെക്കുക തന്നെ ചെയ്യും.
ഇത് നമ്മളുടെ ജോലിയെ നോക്കുവാണെങ്കിലും നമ്മൾ നാളെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നാളെ എന്തെങ്കിലും ഒരു ക്ലയൻസിനെ മീറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മളുടെ ടേബിളിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാളെ ഞാൻ ഇന്നൊരു വർക്ക് ചെയ്യണം, അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നാളെ എൻ്റെ ക്ലയൻറ്റ് മീറ്റിംഗ് ഞാൻ എന്ത് ചെയ്യില്ല, പോസ്റ്റ്പോൺ ചെയ്യില്ല. ഉറപ്പായിട്ട് ഞാൻ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകും അല്ലേ. കാരണം എല്ലാ ഡോക്യുമെൻറ്റ്സ് എൻ്റെ അടുത്ത് റെഡിയാണ്. പിന്നെ എനിക്ക് നന്നായി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നന്നായി ഒരുങ്ങണമെന്നും കൂടി ഈ ഒരു പുസ്തകം നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പ്രൊക്രാസ്റ്റിനേഷനൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇനി അടുത്ത കുറച്ച് പോയിന്റ്സും കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.